ഖുർആൻ മനപ്പാടമുള്ള ധാരാളം സഹാബികൾ രക്തസാക്ഷികളായ യുദ്ധം ഏതാണ്? ചരിത്രത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു രംഗമായിരുന്നു അത്. യമാമ യുദ്ധമെന്നാണ് ആ യുദ്ധത്തെ അറിയപ്പെടുന്നത്. ഹാഫിളീങ്ങൾ മരണപ്പെടുക, അല്ലെങ്കിൽ ഹാഫിളീങ്ങൾ സഹാബത്തിലുണ്ടായിരുന്ന ഹാഫിളീങ്ങൾ ഷഹീദാവുക എന്നൊക്കെ പറയുന്നത് അന്ന് ഒരിക്കലും താങ്ങാവുന്നതിനും അപ്പുറമാണ്. പ്രത്യേകിച്ച് സഹാബത്തിൽ ഹാഫിളീങ്ങൾ കുറവായിരുന്നു. ഇന്നത്തെ പോലെ നിരന്തരം ഇഫ്ള് പഠിപ്പിക്കുക, ജനിക്കുന്ന മക്കളെയൊക്കെ ഹാഫിളാക്കുക, അങ്ങനെയുള്ളൊരു വ്യഗ്രതയല്ലായിരുന്നു ആ കാലത്തുണ്ടായിരുന്നത്. ഹാഫിള് എന്നത് വളരെ ചുരുക്കിയ ആളുകൾക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ഒരുപാട് ഹാഫിളീങ്ങൾ ഷഹീദായ യുദ്ധമാണ് യമാമ യുദ്ധം. നമ്മൾ മക്കളെ ഹാഫിളാക്കാൻ വേണ്ടി മത്സരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സഹാബികളിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഹാഫിളീങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ്. എല്ലാ സഹാബികളും ഹാഫിളൊന്നും ആയിരുന്നില്ല. പക്ഷേ ഹാഫിള് നമ്മൾ ഇന്ന് പ്രാധാന്യം കൊടുക്കുന്നത് ഉസ്താദുമാരുടെ പ്രഭാഷണത്തിലും ക്ലാസ്സിലും കേട്ടിട്ട് ഒരു ഹാഫിളിന് 70 ആളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ 40 ആളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ കഴിയും. ഒരു ഹാഫിള് ഉണ്ടെങ്കിൽ ആകാശത്തുനിന്ന് മലക്കുകൾ നോക്കുമ്പോൾ ആ വീട് പ്രകാശിക്കും. അങ്ങനെയൊക്കെ നമ്മൾ കരുതിയിട്ടാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മാതാപിതാക്കളാകുന്ന നമ്മൾ വഴിതെറ്റി ജീവിക്കുക, നമ്മൾ ഹറാമായ ജീവിതം നയിക്കുക, നമ്മൾ മോശമായ രീതിയിൽ സമ്പാദിക്കുക, എന്നിട്ട് മക്കളെ നമ്മൾ ഹാഫിളാക്കിയിട്ട് അതിൻ്റെ കൂടെ ഒരു ഓസിനങ്ങോട്ട് സ്വർഗത്തിലേക്ക് പോകാമെന്ന് കരുതുന്ന ചില മാതാപിതാക്കൾ ഇത് സ്വർഗത്തിലേക്ക് എത്താനുള്ള എളുപ്പ വഴിയാണെന്ന് കരുതിപ്പോയെങ്കിൽ അത് നിങ്ങൾക്ക് തെറ്റി. ഇത് അള്ളാഹുവിൻ്റെ ഖുർആനാണ്. ഖുർആനിലൂടെ നിങ്ങളുടെ ഒരു ചെറുതും വലുതുമായ കളികളും നടക്കില്ല. വളരെ ഗൗരവത്തോടെ നാം മനസ്സിലാക്കണം, ഖുർആൻ ഒരു അത്ഭുതമാണ്. അപ്പോൾ ഖുർആനിനെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് വസ്തുവാക്കാനോ നാം നിൽക്കരുത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ ഖുർആനിനെ വളരെ ഗൗരവത്തോടെ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ യമാമ യുദ്ധം ഇത്രമേൽ അറിയപ്പെടാൻ കാരണം തന്നെ ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കിയ കുറേ സ്വഹാബികൾ ഷഹീദായതുകൊണ്ടാണ്. ചരിത്ര പുസ്തകങ്ങളിലും ഗൂഗിളിലുമൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് യമാമ യുദ്ധത്തിൻ്റെ അതിൻ്റെ ഒരു തുടക്കം, അതിൻ്റെ ഒടുക്കം, അതിൻ്റെ സഞ്ചാരമൊക്കെ മനസ്സിലാക്കാൻ കഴിയും. അതൊക്കെ പഠിക്കണം. റമദാനിൽ വെറുതെ കുത്തിയിരുന്ന് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഇസ്ലാമിൽ ഇത്ര പ്രാധാന്യമുള്ള സംഭവങ്ങളെ, അല്ലെങ്കിൽ ഇത്ര ദുഃഖകരമായ ഒരു കാര്യം നടന്നതിനെയൊക്കെ ഓർത്തെടുക്കലും പഠിച്ചെടുക്കലും ഒക്കെ നല്ലതാണ്. പടച്ചോൻ അനുഗ്രഹിക്കട്ടെ.